കാർത്തിക് സുബ്ബരാജിൻ്റെതായിട്ട് പുറത്തു വന്ന അവസാന സിനിമയായ ജിഗർദണ്ഡ ഡബിൾ എക്സ് എന്ന സിനിമയിൽ വിപ്ലവം ഒരു തീമായി ഉപയോഗിച്ചത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. രക്തരൂക്ഷിതമായ ആ സിനിമയുടെ ക്ലൈമാക്സ് പടം പറയാൻ ഉദ്ദേശിച്ച രാഷ്ട്രീയം വളരെ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. കാർത്തിക്കിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള റെട്രോ തീമാറ്റിക്കലി ചില സിമിലാരിറ്റികൾ കഥയുടെ സ്ട്രക്ചർ നോക്കുമ്പോൾ ജിഗർദണ്ഡയുടെ രണ്ടാം ഭാഗവുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ കാർത്തിക് സുബ്ബരാജ് ഒരു സമയത്ത് ഒന്നിലധികം എലമെന്റുകൾ കൈകാര്യം ചെയ്യാൻ നോക്കുന്നത് പോലെ തോന്നി. പുരാണങ്ങളിലെ മെറ്റഫോറുകളിൽ തുടങ്ങി അധികാര രാഷ്ട്രീയത്തിലേക്ക് വരെ പോകുന്ന പല സംഭവങ്ങളും ഈ സിനിമയുടെ തിരക്കഥയിലുണ്ട്. അവയെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്ക് എടുത്തു നോക്കുമ്പോൾ അഭിനന്ദിക്കാൻ പാകത്തിന് പല സംഗതികളും ഉണ്ടെങ്കിലും ആകമൊത്തത്തിൽ ഒരു സിനിമ എന്ന നിലയിൽ കൺസിസ്റ്റന്റ് ആയി നമ്മളെ പിടിച്ചിരുത്താൻ റെട്രോയ്ക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. കഥാ പശ്ചാത്തലത്തെക്കുറിച്ചും ചില കഥാ സന്ദർഭങ്ങളെക്കുറിച്ചും ഇനി അങ്ങോട്ടുള്ള റിവ്യൂവിൽ പറയുന്നതായിരിക്കും. കഥ അറിയാതിരിക്കാൻ ട്രെയിലർ പോലും കാണാത്ത ആളുകൾ ദയവ് ചെയ്ത് മുന്നോട്ടുള്ള റിവ്യൂ സ്വന്തം ഡിസ്ക്രിപ്ഷനിൽ കാണുക. പാരി എന്നറിയപ്പെടുന്ന പാരിവേൽ കണ്ണനാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രം. കഥ നടക്കുന്നത് 90കളുടെ തുടക്കത്തിലാണ്. സ്വന്തം അച്ഛന്റെ ഗ്യാങ്സ്റ്റർ പരിപാടികളിൽ നിന്നും മാറി കാമുകിയായ രുക്മണി എന്ന റുക്കുവിനൊപ്പം ഭാവി ജീവിതം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ പാരി തീരുമാനിച്ചു. പക്ഷേ ആ പഴയ കാലത്തിന്റെ പ്രേതം അയാളെ വിട്ടൊഴിയുന്നില്ല. രുക്മിണിയോടൊപ്പം ഭാവി ജീവിതം ജീവിക്കാൻ വേണ്ടി വയലൻസിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പാരി നടത്തുന്ന ശ്രമങ്ങളും അതിൽ അയാൾ നേരിടേണ്ടി വരുന്ന കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഈ സിനിമയുടെ കോർ നോക്കുകയാണെങ്കിൽ ഇതൊരു പൊളിറ്റിക്കൽ സിനിമ തന്നെയാണ്. സിനിമയുടെ അവസാന നിമിഷങ്ങളിൽ പുറത്തു വരുന്ന വിപ്ലവത്തിന്റെ ഐഡിയ നോക്കുകയാണെങ്കിൽ അതിനൊരു പ്രീച്ചി സ്വഭാവമുണ്ട്. പ്രീച്ചി ആയിട്ടുള്ള ഈ ഒരു ഐഡിയ ഒരു ജോണർ ഫിലിം ആക്കി മാറ്റുക എന്ന ദൗത്യമാണ് ഒരർത്ഥത്തിൽ കാർത്തിക് സുബ്ബരാജ് ഏറ്റെടുത്തിട്ടുള്ളത്. ക്വെന്റിൻ ടാരന്റീനോ സിനിമകൾക്കെല്ലാം സമാനമായ രീതിയിൽ ചാപ്റ്ററുകളായിട്ടൊക്കെയാണ് കാർത്തിക് ഇവിടെ കഥ പറഞ്ഞു പോകുന്നത്. ഓരോ ചാപ്റ്ററുകളുടെയും കളർ പാലറ്റ് നോക്കുകയാണെങ്കിൽ അവിടെയും ഓരോ ചാപ്റ്റേഴ്സിനും ഒരു ഐഡന്റിറ്റി കൊടുക്കുന്നുണ്ട്. സ്വല്പം ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ചില ട്രോപ്പുകൾ ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളതിൽ നിന്ന് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള ക്രാഫ്റ്റ് ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ കഥയ്ക്ക് മൊത്തത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഇവയെല്ലാം സ്വല്പം മുഴച്ചു നിൽക്കുന്നുണ്ട്. നായകന്റെ ജീവിതത്തിലെ പലതരം പ്രശ്നങ്ങളുടെ ഒരു കൾമിനേഷൻ ആകുന്ന രീതിയിലാണ് റെട്രോ അതിന്റെ ക്ലൈമാക്സിനെ ഡിസൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ആ ഒരു ഡിസൈനിന്റെ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിലും സിനിമാറ്റിക്കായി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഹൈ കൊണ്ടുവരാൻ റെട്രോവിന് വേണ്ട രീതിയിൽ സാധിക്കുന്നില്ല. പലതരത്തിലുള്ള തീമുകൾ ഒരൊറ്റ സിനിമയ്ക്കുള്ളിൽ പരീക്ഷിക്കുന്നത് പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഈ സിനിമ കാണുമ്പോൾ. അതിൽ ചിലത് വർക്കാകുമ്പോൾ മറ്റു ചിലത് വല്ലാതെ നമ്മുടെ മുഖത്തടിച്ചതുപോലെയാണ് പറഞ്ഞു വെക്കുന്നത്. വളരെ റോ ആയിട്ട് സീനുകൾ പ്രസന്റ് ചെയ്യുന്ന ഒരു രീതി കാർത്തിക് സുബ്ബരാജിന് ഉള്ളതുകൊണ്ട് നമ്മൾ കണ്ടുപരിചയിച്ചിട്ടുള്ള സീനുകൾ പോലും പുള്ളിയുടെ പടത്തിൽ കാണുമ്പോൾ അത്ര ജനറിക് ആയിട്ട് തോന്നില്ല. ഈ പടത്തിൽ നമ്മൾ കാണുന്ന ചാപ്റ്ററുകളും പിന്നെ കഥയുടെ കുവക്കുകളായി വരുന്ന ചിരിയുടെ അഭാവവും ബുദ്ധിസ്റ്റ് ഐഡിയോളജിയും ശ്രീകൃഷ്ണന്റെ മെറ്റഫോറും ഒക്കെ ഈ സിനിമയ്ക്ക് ഒരു ഷേപ്പ് കൊടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത രീതിയിൽ കുറച്ചുകൂടെ ഫൈൻ ട്യൂണിങ് വേണമായിരുന്നു എന്ന് തോന്നി. സന്തോഷ് നാരായണന്റെ സംഗീതം വളരെ മികച്ചതാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നതിൽ പുള്ളി ഉപയോഗിച്ചിട്ടുള്ള ഇൻസ്ട്രുമെന്റുകളുടെ പ്രത്യേകത കാരണം ഓരോ സീനിനും ഒരു ഐഡന്റിറ്റി കിട്ടുന്നുണ്ട്. സിനിമയുടെ ഒന്നാം പകുതിയിലുള്ള നായക കഥാപാത്രത്തിന്റെ ലിമിറ്റേഷൻ ഒരർത്ഥത്തിൽ സൂര്യ എന്ന നടനെ അയാളുടെ കംഫർട്ട് സോണിന്റെ പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ അയാളിലെ അഭിനേതാവിനും സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്റ്റാറിനും ഒരേപോലെ സ്പേസ് തരുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കഥാപാത്രം വളരെ കാമായി നിൽക്കുന്ന സ്ഥലങ്ങളിൽ റൊമാൻറ്റിക്കായ ഇക്വേഷനുള്ള സീനുകളിലൊക്കെ പൂജ ഹെഗ്ഡെയുടെ പെർഫോമൻസ് തരക്കേടില്ലാത്തതാണ്. എന്നാൽ ആ കഥാപാത്രം വളരെ വൾണറബിൾ ആയി പെർഫോമൻസ് ലേശം ലൗഡ് ആകുന്ന സ്ഥലങ്ങളിൽ പൂജയ്ക്ക് കാര്യങ്ങൾ അല്പം കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. പാരിയുടെ അച്ഛന്റെ കഥാപാത്രമായി വന്ന ജോജു ജോർജ് നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ജയറാം ഒരു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയിൽ കാഴ്ചവെച്ചത്. ആ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ മലയാളിയായി തന്നെ അദ്ദേഹത്തെ ഉപയോഗിച്ചതും മികച്ചൊരു തീരുമാനമായിരുന്നു. വിദ്യാശങ്കർ നീലമേഘം എന്നറിയപ്പെടുന്ന വിധു എന്ന നടനാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു വില്ലനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇടയ്ക്കൊക്കെ മാഡ്മാക്സ് എനർജിയുള്ള ഈ ഒരു കഥാപാത്രവും മൊത്തത്തിൽ ആ കഥാപാത്രമുള്ള ട്രാക്കും സ്വല്പം ഓഡായിട്ടാണ് ഫീൽ ചെയ്തത്. സുജിത് ശങ്കർ, പ്രകാശ് രാജ്, നാസർ മുതലായവരൊക്കെയാണ് ഈ സിനിമയുടെ താരനിരയിലെ കുറച്ച് പ്രമുഖർ. ഒന്നിലധികം ട്രാക്കുകൾ, മെറ്റഫോറിക്കൽ ആയിട്ടുള്ള തീമുകൾ, ചാപ്റ്റർ ആയിട്ടുള്ള നരേഷൻ, ഇതിന്റെ എല്ലാം കൂടെ വയലൻസും പ്രണയവും രാഷ്ട്രീയവും ഓൺ പേപ്പർ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കാനുള്ള എല്ലാ സംഗതികളും ഒരർത്ഥത്തിൽ റെട്രോ എന്ന സിനിമയ്ക്കുണ്ട്. കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ടോണുകളിലുള്ള ഇതിലെ പല പല സംഗതികളും ഒരു ഫിലിം മേക്കർ എങ്ങനെ സ്ക്രീനിൽ കൊണ്ടുവരുമെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും സിനിമ ഉണ്ടാക്കുന്നുണ്ട്. കനിമ എന്ന പാട്ട് ഉൾപ്പെടുന്ന സിംഗിൾ ഷോട്ട് ആയിട്ടുള്ള ആ മൊത്തം സീക്വൻസും വിഷ്വലി നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന രീതിയിൽ എടുത്തിട്ടുള്ള മറ്റു പല സീനുകളും സിനിമ കണ്ടിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള എൻഡ് പഞ്ച് ഈ സിനിമ മിസ് ചെയ്യുന്നതായിട്ട് തോന്നി. തുടരുമെന്ന സിനിമ കുട്ടികളെയും കൂട്ടി കാണുന്നതിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പല അഭിപ്രായങ്ങളും വന്ന സാഹചര്യത്തിൽ പറയുകയാണ്, ഈ സിനിമയുടെയും സർട്ടിഫിക്കേഷൻ UA ആണെങ്കിലും സാമാന്യം നല്ല രീതിയിൽ തന്നെ വയലൻസ് കാണിക്കുന്നുണ്ട്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്